ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള അവാർഡാണ്. സൗത്ത് ഇന്ത്യ ഷോപ്പിംഗ് മോൾ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. എല്ലാവർക്കും വണക്കം. The best actress in a supporting role Malayalam goes to Bindu Panikkar for Rosha. ഒരുപാട് സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ബിന്ദു പണിക്കർ ഇത്തവണ മമ്മൂക്ക ചിത്രമായ റോഷാക്കിലൂടെ മലയാളികളെ പേടിപ്പിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി, ഒരു 2 വാക്ക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സൈമ അവാർഡ് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. കലാകാരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല നല്ല വേഷങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതെനിക്ക് വ്യത്യസ്തമായ ഒരു വേഷം റോഷാക്കിൽ കിട്ടി. അതാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ ഇപ്പോൾ നിങ്ങളോട് പറയേണ്ടതെന്നൊന്നും അറിയില്ല. എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷമാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സുഹാസിനി ചേച്ചി, സർ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേച്ചിയുടെ ഫസ്റ്റ് സൈമ അവാർഡാണ് ഇത്. ഫസ്റ്റ് ഫോർ മെനി മോർ ടു കം എന്ന് ആശംസിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ വൺസ് അഗൈൻ ചേച്ചി. So the next set of award, South India Shopping Mall Best Actor in Supporting Role. And to present the awards, let me call on to the stage the beautiful Shrutika Arjun and Bollywood one of the biggest names in casting direction, Mr. Mukesh Chhabra. The award to the best actor in a supporting role Malayalam goes to Lal Maviyar. മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച സംവിധായകനും നടനും ഭയപ്പെടുത്തുന്ന വില്ലനും ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന സുഹൃത്തായും ഒക്കെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ലാൽ സാറിന് നിവിൻ പോളിയുടെ മഹാവീരം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഈ ഒരു പുരസ്കാരം. നമസ്കാരം. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ വന്നത്. കാരണം നല്ല ആവേശത്തിലായിരുന്നു. കാരണം ഇംഗ്ലീഷിലൊരു പ്രസംഗം കാച്ചണം എന്ന് കൊണ്ട് വന്നത്. അപ്പോഴവർ പറഞ്ഞത് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട. എൻ്റെ ഈ മദർ ടങ് ഇംഗ്ലീഷ് ആയതുകൊണ്ടിട്ട് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. മലയാളത്തിലെ മികച്ച സ്വഭാവ നടനുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം മലയാളത്തിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള വേറൊരു നടൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കൃത്യമായിട്ട് എനിക്ക് തന്നെ കൊണ്ടുവന്ന് തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ ഞാനാണ്. എനിക്ക് എന്നോട് തന്നെ പലപ്പോഴും ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാലത്ത് എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ നമസ്കാരം എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കാണുന്നുണ്ട്. അത്രയ്ക്ക് ബഹുമാനമുള്ള ഒരു നല്ല മനുഷ്യനാണ് ഞാൻ. അതല്ലാതെ എനിക്ക് കിട്ടി. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇങ്ങനെ സ്വഭാവം നോക്കിയിട്ട് വേണം അവാർഡ് കൊടുക്കാൻ. അല്ലാതെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സൈമയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന്. ദുബായിലുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്കും തമിഴ് സുഹൃത്തുക്കൾക്കും താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റ്സ്.